സോ നമ്മൾ പറയുന്നത് എന്തായിരുന്നു, പാരറ്റ് ഒപ്റ്റിമൽ condition failed to provide an unique optimum solution which represent maximum social welfare. Maximum social welfare നമുക്ക് represent ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു പോയിന്റ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പാരറ്റോന് പറഞ്ഞു തരാൻ പറ്റിയില്ല. ആ കോൺട്രാക്ട് കർവിലെ ഏത് പോയിന്റും എ ബി സി ഡി ഏത് പോയിന്റും എന്താണ് അവിടെ ഒപ്റ്റിമം പോയിന്റ് തന്നെയാണ്. ഒരു സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ യുണീക്ക് പോയിന്റ് ഓഫ് ഒപ്റ്റിമം സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. And in terms of Edgeworth-Bose diagram, every point on contract curve represent optimum position. അപ്പോൾ ഈ കോൺട്രാക്ട് കർവിലെ എല്ലാ പോയിന്റ്സും ഒപ്റ്റിമം പൊസിഷൻ തന്നെയാണ്. In terms of grand utility possibility frontier, all points on it are optimum point or economically efficient point. Okay, then but Pareto criterion does not tell us the best of them. This Paretian condition or analysis leaves us with a lot of indeterminacy in the choice of maximum social welfare point. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന മെയിൻ പോയിന്റ് എന്താണ്, പാരറ്റോ ഒപ്റ്റിമം കണ്ടീഷൻ ഒരു സിംഗിൾ പോയിന്റ് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ബെർഗ്സൺ സാമുവൽസൺ സോഷ്യൽ വെൽഫെയർ വന്നിട്ടുള്ളത്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു യുണീക്ക് പൊസിഷൻ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. Now the significance of social welfare function is that it enables us to obtain an unique optimum position regarding social welfare. Social welfare നെ കുറിച്ചിട്ടുള്ള യുണീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റ് പറഞ്ഞു തരുവാണ് നമുക്ക് ബെർഗ്സണും സാമുവൽസണും കൂടിയിട്ട്. ദിസ് യുണീക്ക് ഒപ്റ്റിമം പൊസിഷൻ ഈസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ദ പാരറ്റോ ക്രൈറ്റീരിയ ആൻഡ് therefore ensures maximum social welfare. അപ്പോൾ ഈ യുണീക്ക് സോഷ്യൽ വെൽഫെയർ യുണീക്ക് ഒപ്റ്റിമം പോയിന്റിലൂടെ നമുക്ക് സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് എൻഷുർ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ബെർഗ്സണും സാമുവൽസണും. And by including the concept of a grand utility possibility frontier along with the Bergson-Samuelson social welfare function, we are able to obtain a unique optimum position or maximum social welfare position. അപ്പോൾ maximum social welfare എന്ന് പറയുന്നതോ അല്ലെങ്കിൽ യുണീക്ക് ഒപ്റ്റിമം പൊസിഷൻ ഒരേ ഒരു സിംഗിൾ പോയിന്റ് നമുക്ക് ബെർഗ്സണും സാമുവൽസണും കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ എന്താണ് ഈ ഒപ്റ്റിമം പോയിന്റ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, so a grand utility possibility frontier is a locus of various physically attainable utility combination of two persons when the factor endowment, state of technology and preference order of individuals are given. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ദാറ്റ് ഈസ് ഈ ഒരു വി വി ഡാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ദാറ്റ് ഈസ് വി വി ഡാഷ്. ഇതാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ദാറ്റ് ഈസ് ലൈക്ക് നമ്മളെ എന്താണ് utility possibility frontier which was discussed in our Higgs compensation criteria. അപ്പോൾ അതിനകത്തുള്ള ആ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിനെ പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആൻഡ് ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് വേരിയസ് ഫിസിക്കലി അറ്റൈനബിൾ യൂട്ടിലിറ്റി കോമ്പിനേഷൻ ഓഫ് ടു പേഴ്സൺസ്. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ കോമ്പിനേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. അതായത് നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഡിഫറൻസ് കർവൊന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ബിയുടെ യൂട്ടിലിറ്റി എത്രയാണ്, എയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഇവിടെ വേറെ ആർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്, ബിയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്. ഇനി ഇവിടെ നമ്മൾ പറയുവാണ് ഇത്രയും ഈ ഒരു പോയിന്റ് അവിടെ എയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്, ബിയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്. അപ്പൊ ഈ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി. ഇവിടെ ലോക്കസ് ഓഫ് പോയിന്റ്സ് ആണ്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അങ്ങനെ എല്ലാ പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്ത് വരക്കുന്ന ലോക്കസ് ആണ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു കേർവ് ആണ് എന്ത് ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് റെപ്രസെന്റ്
the locus of various physically attainable utility combination of two person. അവിടെ ഒരു കണ്ടീഷൻ ഇതാണ്, അവിടെ ഫാക്ടർ എൻഡോമെന്റ്, ടെക്നോളജി, പ്രിഫറൻസ് ഓർഡേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. Okay, so a grand utility possibility frontier is the locus of various physically attainable utility combination of two persons when the factor endowment, state of technology and the preference orders of the individuals are given. അപ്പോൾ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ it is the locus of various physically attainable utility combination of two persons. ഇതാണ് പറയുന്നത്. And every point on grand utility possibility curve represent the optimum position with regard to the allocation of product among consumers, allocation of factors among different products and the direction of production. അപ്പോൾ ഇവിടെ എല്ലാ പോയിന്റ്സും, അതായത് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിന്റെ എല്ലാ പോയിന്റ്സും പറയുന്നത് അവിടെ ഒപ്റ്റിമം പൊസിഷൻ വിത്ത് റിഗാർഡ് ടു അലോക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് അമംഗ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമം പൊസിഷനിൽ എത്തുക, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമം പോയിന്റിൽ എത്തുക, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. Thus every point on the grand utility possibility curve represent Pareto optimum, and as we move from one point to another, it represent the utility of one individual increases while that of other decreases. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു കർവ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇൻഡിഫറൻസ് കർവ് നിങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്യുക, ഈ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്താണ് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ലൈക്ക് ഇവിടെ നേരത്തെ ആ ഒരു ഇൻഡിഫറൻസ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് തന്നെ എടുക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ എടുത്താല് ലൈക്ക് ഇപ്പൊ ജി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവിടെ എയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്, ബിയുടെ യൂട്ടിലിറ്റി ഇത്രയാണ്. ആൻഡ് നമുക്കിപ്പം അടുത്തൊരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ജി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ കെ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ കെയില് അവിടെ എയുടെ യൂട്ടിലിറ്റി കൂടി ബിയുടെ യൂട്ടിലിറ്റി കുറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താണ് ഈ ഒരു curve, that is grand utility possibility frontier, ഏത് പോയിന്റും അവിടെ എന്താണ് പാരന്റ് ഒപ്റ്റിമം പോയിന്റ് ആണ്. ബിക്കോസ് എന്താണ് അവിടെ ഒരാളുടെ യൂട്ടിലിറ്റി കുറയുന്നു പക്ഷെ മറ്റൊരാളുടെ യൂട്ടിലിറ്റി അവിടെ കൂടുന്നുണ്ട്. സോ അവിടെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് പോയിന്റും ഈ എന്താണ് ഈ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഏത് പോയിന്റും അവിടെ പാരന്റ് ഒപ്റ്റിമം പോയിന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, thus every point on grand utility possibility curve represent Pareto optimum as we move from one point to another. നമ്മളിപ്പം കണ്ടു ജിയിൽ നിന്ന് നമ്മൾ എച്ചിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അവിടെ എയുടെ യൂട്ടിലിറ്റി കൂടുന്നുണ്ട്, ബിയുടെ യൂട്ടിലിറ്റി കുറയുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാ പോയിന്റ്സും ഇപ്പം ജി ആണെങ്കിലും എച്ച് ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ലൈക്ക് ഇപ്പം ഇവിടെ ഒരു പോയിന്റ് എടുക്കുവാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ ഒരു പോയിന്റില് എയുടെ യൂട്ടിലിറ്റി കുറഞ്ഞു പക്ഷെ ബിയുടെ യൂട്ടിലിറ്റി കൂടി അല്ലെ. അപ്പൊ ഈ ഒരു സി ആണെങ്കിലും എച്ച് ആണെങ്കിലും എഫ് ആണെങ്കിലും whatever may the point on this
utility possibility frontier, we have the Pareto optimum point. Our Pareto optimum point ആണ് എല്ലാ പോയിന്റ്സും എന്താണ് അവിടെ Pareto optimum point ആണ്. അവിടെ ഒരാളുടെ യൂട്ടിലിറ്റി കുറയുന്നുണ്ട്, പക്ഷേ മറ്റൊരാളുടെ യൂട്ടിലിറ്റി അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ പോയിന്റ്സും എന്താണ് അവിടെ Pareto optimum പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഡയഗ്രത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു എയുടെ യൂട്ടിലിറ്റി നമ്മൾ എക്സ് ആക്സിസിലും ബിയുടെ യൂട്ടിലിറ്റി വൈ ആക്സിസിലും മെഷർ ചെയ്യുവാണ്. W1, W2, W3, W4 ഇതെല്ലാം എന്താണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ആണ്, സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് ആണ് ഇത് ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഗ്രാൻഡ് യൂട്ടിലിറ്റി കർവ് നമ്മൾ പറഞ്ഞു വി ഡാഷ്. ഓക്കെ, വി ഡാഷ് ആണ് നമ്മുടെ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻഡിഫറൻസ് കർവ്, സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് W3 ആണ്. ഓക്കെ, സോഷ്യൽ ഇൻഡിഫറൻസ് W3യും ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും രണ്ടും കൂടി ടാൻജന്റ് ആവുന്ന പോയിന്റ് Q. ഓക്കെ, so social indifference curve W3 is tangent to grand utility possibility curve, that is VV dash. VV dash ഉം W3 ഉം ടാൻജന്റ് ആവുന്ന പോയിന്റ് Q. അപ്പോൾ ഇവിടെ നമ്മൾ Q എന്ന് പറയുന്ന പോയിന്റില് നമുക്ക് മാക്സിമം സോഷ്യൽ വെൽഫെയർ പോസിബിൾ ആണ്. അവിടെ കണ്ടീഷൻ ഇതാണ്, ഫാക്ടർ എൻഡോമെന്റ്, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, പ്രിഫറൻസ്, ഇൻഡിവിജ്വലിന്റെ പ്രിഫറൻസ് എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സിംഗിൾ പോയിന്റ് നമുക്ക് ഈ ബർഗ്സണും സാമൽസണും പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ പോയിന്റ് എന്താണ്, ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് ഇസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിനോട് ടാൻജന്റ് ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ മാക്സിമം സോഷ്യൽ വെൽഫെയർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം സോഷ്യൽ വെൽഫെയർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് കൺസ്ട്രെയിൻഡ് ബ്ലിസ്. ആ പോയിന്റ് എന്താണ് പറയുന്നത്, കൺസ്ട്രെയിൻഡ്, CONSTRAINED. അപ്പൊ കൺസ്ട്രെയിൻഡ് ബ്ലിസ് ആണ്. ബിക്കോസ് അവിടെ നമുക്ക് കൺസ്ട്രെയിൻഡ് ഉണ്ട്, ബിക്കോസ് അവിടെ എന്താണ് ഫാക്ടർ എൻഡോമെന്റും സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയും അല്ലെങ്കിൽ പ്രിഫറൻസും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് കൺസ്ട്രെയിൻഡ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എന്താണ് സോഷ്യൽ വെൽഫെയർ മാക്സിമം നമുക്ക് പോയിന്റിൽ എത്താൻ പറ്റും. സോ ഇത് നമുക്ക് Q എന്ന് പറയുന്നതാണ് എന്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് ഉണ്ട് W4. ഓക്കെ, W3നെക്കാളും ഹയർ ലെവലാണ് W4, ബിക്കോസ് ഇവിടെ നമുക്കത് ഒരു എന്താണ് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഈ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന വെൽഫെയർ ഇത്രയാണ്, അല്ലെങ്കിൽ വെൽഫെയർ ഫംഗ്ഷൻ ഇതാണ് W3. ഈ W4 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അൺഅറ്റൈനബിൾ ആണ്, നമുക്ക് ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ വെൽഫെയറും മാക്സിമത്തിൽ എത്തുന്നുണ്ട്. ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റിൽ വെൽഫെയർ അവിടെ മാക്സിമത്തിൽ എത്തുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കർവ്. So the point Q is known as point of constrained bliss, since the given constraint regarding factor endowment and state of technology. Appo constrained bliss അല്ലെങ്കിൽ point of bliss എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അവിടെ ഗ്രാൻഡ് യൂട്ടിലിറ്റി കർവും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് W3യും ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് കൺസ്ട്രെയിൻഡ് ബ്ലിസ്. കൺസ്ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട്. എന്തിന്റെയാണ് ലിമിറ്റേഷൻ, ഫാക്ടർ എൻഡോമെന്റ് ലിമിറ്റഡ് ആണ്, പ്രിഫറൻസ് അവിടെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ ഒരു പിന്നെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്ന് പറയുന്നത്. So Q is the highest possible state of social welfare which the society can attain. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും W2 ഉണ്ട്, W1 ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം കുറഞ്ഞ പിന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ W3യിൽ തന്നെ വരണം. W4 എന്താണ് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്താണ് പോസിബിലിറ്റി കർവ് ആണ്. ഓക്കെ, സോ we are now moving into the evaluation of this
approach, and we need to discuss about the advantages and disadvantages of this theory. ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ഒന്നാമത്തത് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ജനറാലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈ ഒരു തിയറി ഒരു ജനറൽ അനാലിസിസ് ആണ് ഇവിടെ നമുക്ക് തരുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് അനലൈസ് കളക്റ്റീവ് യൂട്ടിലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റി നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂട്ടിലിറ്റി ഓർ ഓർഡിനറി യൂട്ടിലിറ്റി ഇൻഡെക്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ഓർഡിനറി യൂട്ടിലിറ്റി ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ത് സോഷ്യൽ വെൽഫെയർ. അപ്പൊ അത്തരത്തിൽ നമുക്കിതൊരു ജനറൽ അനാലിസിസ് ആണ്. Then it incorporated economic and non-economic elements which influences welfare of society. വെൽഫെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്കണോമിക് എലമെന്റ്സും നോൺ എക്കണോമിക് എലമെന്റ്സും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് സോൾവ് ദ പ്രോബ്ലം ഓഫ് ഇൻഡിറ്റർമിനൻസി ഓഫ് പാരറ്റോ. പാരറ്റോ പറഞ്ഞത് എന്താണ്? നമുക്ക് കോൺട്രാക്ട് കർവില് ഏത് പോയിന്റും അവിടെ മാക്സിമം സോഷ്യൽ വെൽഫെയർ ആണ്. ഒരു സിംഗിൾ പോയിന്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ എന്താണ് ബർഗ്സണും സാമൽസണും ഒരു യൂണിക് പോയിന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. അപ്പൊ അതുപോലെ തന്നെ വാല്യൂ ജഡ്ജ്മെന്റും അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റിയും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻകോർപ്പറേറ്റഡ് എക്സ്റ്റേണാലിറ്റി ഇൻ ഡിറ്റർമൈനിങ് വെൽഫെയർ. വെൽഫെയറിൽ എക്സ്റ്റേണാലിറ്റിയുടെ റോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. So there are some limitations of this model. First one is it is based on ordinary preferences and value judgment, and it has subjectivity. അപ്പോൾ ഇവിടെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓർഡിനറി പ്രിഫറൻസസ് ആണ്. അതായത് പ്രിഫറൻസ് ക്യാൻ ബി റാങ്ക്ഡ്. അവിടെ വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട്, സബ്ജക്റ്റീവ് ആണ്. അപ്പൊ അത് ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. Okay, then it is difficult to determine social welfare function. അവിടെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ എല്ലാവരുടെയും ഓർഡിനറി യൂട്ടിലിറ്റി ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ലിമിറ്റഡ് ആപ്ലിക്കേഷനിൽ അധികം ആപ്ലിക്കേഷൻ ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക്. That is, there are so many non-observed quantity which cannot be measured and are neglected. അതായത് വെൽഫെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെഷർ ചെയ്യാൻ പറ്റാത്ത കുറെ വേരിയബിൾസ് ഉണ്ട്. ആൻഡ് ദീസ് വേരിയബിൾ ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ ബർഗ്സൺ ആൻഡ് സാമൽസൺ. ആൻഡ് ദിസ് ഇസ് നെഗ്ലെക്റ്റഡ്. നോൺ ഒബ്സർവബിൾ അല്ലെങ്കിൽ നോൺ മെഷറബിൾ ക്വാണ്ടിറ്റി ആർ നെഗ്ലെക്റ്റഡ് ബൈ ബർഗ്സൺ ആൻഡ് സാമൽസൺ. അടുത്ത ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം ആണ്. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ ഓർഡിനറി പ്രിഫറൻസ് ആകുമ്പോൾ അത് കോൺട്രാഡിക്ടറി റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം പറയുന്നത്. കെന്നത്ത് ജെ ആരോ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഓൾ.